നമസ്കാരം. ഞാൻ ലക്ഷ്മി കാണത്ത്. എല്ലാ പ്രിയ ഭക്തർക്കും ആറ്റുകാൽ പൊങ്കാല ആശംസകൾ. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തോ തിരുവനന്തപുരം നഗരത്തിലോ എത്തി ആറ്റുകാൽ പൊങ്കാല ഇടാൻ സാധിക്കാത്ത എല്ലാവരും അവരവര് താമസിക്കുന്ന സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായിട്ട് അവരവരുടെ വീടുകളിലോ അതല്ല തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലോ എല്ലാം ഒരുക്കിയിരിക്കുന്ന ആറ്റുകാൽ പൊങ്കാല സൗകര്യങ്ങൾ ഉപയോഗിച്ച് പൂർവാധികം ശ്രദ്ധയോടുകൂടി ആറ്റുകാൽ പൊങ്കാല ഇടുവാൻ അഭ്യർത്ഥിക്കുന്നു. ആചാര പ്രഭവോ ധർമ്മസ്യ പ്രഭുരച്യുത. ആചാരങ്ങളിലൂടെയാണ് നമ്മുടെ ഈ സനാതനധർമ്മം നിലനിന്നു പോകുന്നത്. നമ്മുടെ അടുത്ത തലമുറ നമ്മുടെ ആചാരങ്ങൾ കണ്ടിട്ടാണ് അത് തുടർന്നു കൊണ്ടുപോകുന്നത്. ആചാരാത് ലഭതേഹിയായു, ആചാരാത് ധനമക്ഷയം, ആചാരാത് ലഭതേ സുപ്രജ, ആചാരോ ആഹന്തി ലക്ഷണമെന്നാണ്. ആചാരങ്ങളിലൂടെയാണ് നമുക്ക് ക്ഷയിക്കാത്ത ധനം, നല്ല പ്രജകള്, നല്ല കുട്ടികള്, അതുപോലെ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നത്. നമ്മുടെ മനസ്സ് ഒരു പ്രാർത്ഥനയിൽ ഏർപ്പെടുമ്പോൾ അവിടെ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. എ പ്രെയർ ക്രിയേറ്റ്സ് ഇമോഷൻ എന്നാണ് പറയുന്നത്. ഒരു പ്രാർത്ഥനയിലൂടെ നമ്മുടെ മനസ്സിനൊരു വികാരമുണ്ടാകുന്നു. ആ ഇമോഷൻ വിൽ ക്രിയേറ്റ് അനദർ മോഷൻ. ഒരു ആക്ഷനിലേക്ക് ആ വികാരം നമ്മളെ നയിക്കുന്നു. അങ്ങനെയാണ് അത് നമ്മുടെ ഭാവിയായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾക്കും ആചാരങ്ങൾക്കുമെല്ലാം മനഃശാസ്ത്രപരമായിട്ട് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവസരമായിട്ട് ഇത്തരം ആചാരാനുഷ്ഠാനങ്ങളെ ഉപയോഗിക്കുക. എല്ലാ ശാസ്ത്രങ്ങളുടെയും സയന്റിഫിക്, റാഷണൽ, സൈക്കോളജിക്കൽ സൈഡ്സ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെയാണ് നമ്മുടെ ധർമ്മം പ്രായോഗിക തലത്തിലും മനഃശാസ്ത്രപരമായിട്ടും എല്ലാം അവർക്ക് അനുഭവിക്കാൻ സാധിക്കുക. എല്ലാവർക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വീണ്ടും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.